വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുള. അപ്പം ഇന്ന് ഏപ്രിൽ 13 അപ്പം ഞാൻ ഒരുപാട് ദിവസം കൊണ്ട് വിചാരിക്കുന്നു കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്നും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്താണെങ്കിലും എടുക്കാം, കാരണം ഇന്നാളെ വിഷു ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. വിഷു ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, റീൽസ് എടുക്കണം, പിന്നെ വിഷു കണി സെറ്റാക്കണം, പിന്നെ നാളത്തെ സദ്യക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കണം. അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് കുളിച്ചു, പക്ഷെ ഫുഡൊന്നും കഴിച്ചില്ല. ഇന്നിവിടെ പുട്ടും മുട്ടക്കറിയാണെന്ന് തോന്നുന്നു. ഞാനല്ല കേട്ടോ കുക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് കാണാം. ഇപ്പം തന്നെ കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? പുട്ടും മുട്ടക്കറിയും കഴിക്കാമെന്ന് ആഗ്രഹിച്ചിരുന്ന എനിക്ക് നേരെ ചേച്ചി വെച്ച് നീട്ടിയത് ദാണ്ട് ഈ ദോശയായിരുന്നു. പിന്നെ ദോശയെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ദേശീയ ഭക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ദോശ ഇടുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ നോർമലായിട്ട് തട്ട് ദോശ ആ ഒരു ടൈപ്പായിട്ടല്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ക്രിസ്പായിട്ടിരിക്കും ഈ ദോശ. എന്ത് ടേസ്റ്റാണെന്നറിയാമോ? പിന്നെ എനിക്കും ചേച്ചിക്കും കുഞ്ഞിനും ഒക്കെ, അല്ലെങ്കിൽ എനിക്കും കുഞ്ഞിനും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചേച്ചി കുറച്ച് നെയ്യൊക്കെ തൂത്തരും കേട്ടോ. എന്നാ ടേസ്റ്റാണെന്നറിയാമോ അവൾ ഉണ്ടാക്കുന്നതിന്. ഹലോ, അപ്പം നമ്മൾ വിഷുവിൻ്റെ ഷൂട്ടിനായിട്ട് നമ്മൾ റെഡിയാവാൻ പോയാണ്. അപ്പം എൻ്റെ ഹെയർ നമ്മുടെ ഈ ഒരു ലുക്കിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് സെറ്റാക്കാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഹെയർ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഹെയർ സെറ്റാക്കി തുടങ്ങിയാലോ? ആയിട്ട് ഞാൻ എൻ്റെ മുടി നല്ലപോലെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചേഞ്ച് എൻ്റെ മുടിയിൽ നല്ലപോലെ കാണാനുണ്ട്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര മുടി ഒഴിച്ചില്ലായിരുന്നു. എസ്പെഷ്യലി ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് എൻ്റെ ജോലിയുടെ കാര്യത്തിന് വേണ്ടി അവിടെ നിന്ന് തുടങ്ങിയതിന് ശേഷം എനിക്ക് എന്താണെന്നറിയില്ല, അവിടുത്തെ വെള്ളം പിടിക്കില്ലായിരുന്നു കേട്ടോ. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ ഒരു മുക്കാൽ മണിക്കൂറത്തെ കഠിനാധ്വാനമാണ് കേട്ടോ. അത് തലമുടിയൊക്കെ കാണിച്ചു കൊടുക്കുക. നമ്മൾ തലയിൽ വെച്ചേക്കുന്നത് പാരിജാതവും പിന്നെന്തോടി വേറെന്തോ ഒരു പൂവും കിടന്ന് സെറ്റുന്നുണ്ട് എടുത്ത്. അപ്പോൾ നമുക്ക് വിഷുവിന് ഫോട്ടോ എടുത്താലോ? കണ്ണനൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഫോട്ടോ എടുത്താലേ. എൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിക്കണ്ണനും അതിൽ ഫീൽ ചെയ്യും. 2018 തോന്നുന്നു കേട്ടോ. 2018 ഗുരുവായൂർ പോയപ്പം ഞാൻ മേടിച്ചുകൊണ്ട് വന്ന കണ്ണനാണ് കേട്ടത്. അപ്പോൾ അന്ന് തൊട്ട് നമ്മുടെ വീട്ടിൽ വിഷു ആഘോഷിക്കുമ്പോൾ ഇയാളാണ് മെയിൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞിൻ്റെ കൂട്ടാണ് നമ്മളിതിനെ നോക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് ജീവനാണ് കേട്ടോ. അപ്പോൾ ഇനി ഗുരുവായൂർ പോകുമ്പോൾ ഇതുപോലെ വേറൊരെണ്ണം മേടിക്കണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം. അപ്പം നമ്മളിന്ന് ഞാൻ ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിലൊന്നാണ് കേട്ടോ ഇങ്ങനെ ഒരുങ്ങി ഫോട്ടോ എടുക്കുക, ഈ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ. എന്ന് വെച്ചാൽ ഞാനത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം എൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമ്പോഴാണോ ഹാപ്പി അത് ഞാൻ ചെയ്യാമെന്നാണ് കുഞ്ഞുനാൾ തൊട്ട് എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയാണെങ്കിലും ചേട്ടനാണെങ്കിലും എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഇടയായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് തന്നെ. എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഫോട്ടോ എടുത്ത് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി നാണമില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ എൻ്റെ അടുത്ത് കുറച്ചൊരു സംസാരിച്ചു. എനിക്കതൊന്നും ഒരു വിഷയമേ ഇല്ല, കാരണം ഞാൻ ഏറ്റവും ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യമാണിത്. അപ്പം ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്കതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ലല്ലോ. അപ്പം ചേച്ചിയാണ് കേട്ടോ എനിക്ക് ഫോട്ടോ എടുത്തിരുന്നത്. അപ്പം ചേച്ചി ഞാനും കൂടെ ഫോട്ടോ എടുത്താൽ നിന്നാൽ കോമഡിയാണ്. കാരണം ഞാൻ അങ്ങനെ എടുക്കുന്ന പറയും. അങ്ങനെ ഒരു 1.5 മണിക്കൂർ നീണ്ട യുദ്ധത്തിനൊടുവിൽ ഞങ്ങൾ ഏണിയും പാമ്പും കുറച്ച് നേരം കളിച്ചു കേട്ടോ. അപ്പോൾ ഏണിയും പാമ്പൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി നല്ല അടിപൊളി ചാള, നല്ല അവൾ വെക്കുന്ന മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ അവൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല തീയലും പുളിശ്ശേരിയും മീൻ കറിയും, പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഒരു പച്ചമുളകാണ് തൻ്റെ ആ മൂലക്കിരിക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ വിഷുവിന് നന്ദനം സിനിമ മസ്റ്റാണ് കേട്ടോ. അപ്പം അവിടെ ഇരുന്ന് നന്ദനം കണ്ടു, കുറേ കരഞ്ഞിട്ടാണ് കേട്ടോ അവസാനം ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി. ചേച്ചി കുളിച്ചിട്ട് തൻ്റെ വിളക്കും എല്ലാം തേച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടയിൽ പോയാലോ? സമയം ഇപ്പോൾ 5:09 കേട്ടോ. നമ്മൾ ടൗണിലോട്ട് പോകണം. ടൗണിൽ ഭയങ്കര തിരക്കാന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇത് നോക്കി മാങ്ങ നോക്കി, ഇഷ്ടം പോലെ മാങ്ങ നോക്കി. മാങ്ങയെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വീക്ക്നെസ് ഇല്ല. ഏതാണ്ട് ഇത് നിറച്ച് മാങ്ങയാണ് കേട്ടോ. എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയാം. എനിക്ക് ഈ റോഡിലൂടെ ഒക്കെ പോകുന്ന റാൻഡം ആയിട്ടുള്ള ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ 2 കോപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കൊള്ളാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പൂക്കടയിലോട്ടായിരുന്നു. അപ്പം ഈ മാമനും ഞങ്ങളുമായിട്ട് ഭയങ്കര കൂട്ടാണ്. ഇതാരാ ഈ ഇരിക്കുന്നേ? നല്ല രസമുണ്ടല്ലേ, 3 കുഞ്ഞു മാവകളുടെ കൂട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ വട്ടം ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ വിഷു കിറ്റ് മേടിക്കുന്നത്. അപ്പം ഇതിന് 250 രൂപയാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ സെറ്റാക്കി തരും. എഴുതി വെച്ചേക്കുന്നാണല്ലേ വിഷു കിറ്റ് 250. അപ്പം ഞങ്ങൾ അവിടെ കയറിയിട്ട് പഴവും വിഷു കിറ്റും എല്ലാം മേടിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വിഷു കിറ്റ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും അതിൽ കിട്ടും കേട്ടോ. പിന്നെ നേരിതൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ചെറുപ്പകാലം തൊട്ടുള്ള ചെമ്പകമാണ് കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്കെന്തോ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഓർമ്മ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കപ്പലണ്ടിയും മിച്ചറും ഒക്കെ മേടിക്കാനായിട്ട് കയറി. നമുക്ക് വൈകിട്ട് പിന്നെ ചായ കഴിക്കുമ്പം എന്തെങ്കിലും കുറിക്കുന്നൊരു ശീലം പണ്ടേ ഉണ്ട്. അപ്പോൾ ഇത് വിട്ടുകൂടാനാവാത്തൊരു ഐറ്റമാണ് കേട്ടോ.
അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെയും ചേച്ചിയുടെയും ഡ്രസ്സ് വന്ന് ചേച്ചിയുടെ എനിക്ക് ഒരുപാട് നാളായി ഒരു ബ്ലാക്ക് ചുരിദാർ മേടിച്ചിട്ട് നല്ലത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ബെൽറ്റ് ഉണ്ട്, ബാക്കിൽ സൈഡ് അടിക്കണം. സൈഡ് അടിക്കണം. എനിക്ക് കുറച്ച് വലുതാണ്, കൈ കുറച്ച് വലുതല്ലോ. പക്ഷെ കൊള്ളാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഷാളിന്റെ സൈഡിലൊക്കെ ഷാളാണ് ഏറ്റവും നല്ലതല്ലേ. ദേ ഈ ഒരു ഭാഗം എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഏകദേശം ഒരു 10:30-11 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിധിക്കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ചാടി ചാടി നിൽക്കുമായിരുന്നു, കാരണം ഉറക്കവും ഇല്ല ഒന്നുമില്ല, ഞങ്ങളുടെ കൂടെ എല്ലാം ചെയ്യാനുള്ളൊരിത്. അങ്ങനെ ഞങ്ങൾ മാലയൊക്കെ കിട്ടി, കണ്ണനത് ഇട്ട് കൊടുത്തു. അതേ സമയം നോക്കിക്കേ 11:32 കേട്ടോ. പക്ഷേ ഇനിയും ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ വിഷുക്കണി കേട്ടോ. ഇത് നിങ്ങൾ കാണുന്നത് രാവിലെ ഞാൻ എടുത്ത വീഡിയോ ആണ്, അതായത് ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ്. ഇവിടെ ഒരുപാട് മൺചിരാത് ഉള്ളതുകൊണ്ട് നമ്മൾ കണിയുടെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് മൺചിരാത് വെക്കാറുണ്ട് കേട്ടോ. ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ നമ്മൾ രാവിലെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വേറെ എങ്ങോട്ടും അല്ല, കുളത്തൂപ്പുഴ അമ്പലത്തിലോട്ടാണ്. അപ്പോൾ വിഷുവിനാണ് എല്ലാവരും അവിടെ പോകുന്നത് കേട്ടോ. അപ്പം ഭയങ്കര ആളായിരിക്കും എന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ മേടിച്ച് നിങ്ങളെ ഇട്ട് കാണിച്ച ഡ്രസ്സല്ലേ, അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാനും ചേച്ചിയും ഇട്ട് നല്ല ഒരുങ്ങിയിട്ടൊക്കെയാണ് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. അപ്പം അമ്മ ഞങ്ങളടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലപോലെ ഒരുങ്ങണം അമ്പലത്തിലൊക്കെ പോകുമ്പോൾ. പൊതുവേ ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങനെ അങ്ങ് അണിഞ്ഞൊരുങ്ങി പോവാറില്ല. ഒരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സത്യം പറഞ്ഞ ഒരു മിനി ശബരിമല പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ചടങ്ങാണ് കേട്ടോ. നമ്മൾ അവിടുത്തെ കുളത്തിലെ മീനുകൾക്ക് കപ്പലണ്ടി, പച്ചരി, മറ്റേ എന്താ പറയുന്ന പൊരി, ആ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുക. അതേ കണ്ടില്ലേ, അത് വന്നിങ്ങനെ കഴിക്കും. അപ്പം അത് എന്താ പറയുന്നത്, അത് വിഷുവായിട്ട് എന്തോ ഒരു ഐതിഹ്യം ഉണ്ടെന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടായിരുന്നു. അപ്പം എന്തൊരാളായിരുന്നെന്നറിയാമോ, ഏകദേശം 1 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് നാണ്ട് ഞങ്ങൾ ഈ അമ്പലത്തിനകത്ത് ഉള്ള ക്യൂവിലോട്ട് വന്ന് പെട്ടത്. ഭയങ്കര ചൂടല്ലേ. അമ്പലത്തിൽ കയറിയിട്ട് തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം എന്തൊരാളായിരുന്നെന്നറിയാമോ, എൻ്റെ ഭഗവാന് എന്തൊരാളായിരുന്നു. അതിൻ്റെ കൂടെ ഇവിടെ എനിക്ക് തോന്നുന്നു മലയാളികളെക്കാട്ടിൽ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവർ ഇനിയുള്ള 10 ദിവസം അവിടുത്തെ ഉത്സവം എന്തോ ആണ്. അപ്പോൾ അവർ കംപ്ലീറ്റ് ആ 10 ദിവസം ഇവിടെ കാണുമെന്നാണ് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കിതിനെപ്പറ്റി അറിയില്ല. അപ്പം തിരിച്ച് നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ക്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കുറേ കുഞ്ഞുങ്ങളൊക്കെ കൂട്ടം തെറ്റിപ്പോയി വന്ന് പിടിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ. അപ്പം നമ്മൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടൊരു ഒരിതാണ് കേട്ടോ. എനിക്കിത് എന്താണെന്ന് അറിയില്ല, ഇനി നേർച്ചയാണോ, കൊച്ചുങ്ങളെയൊക്കെ ഇങ്ങനെ തലയിൽ കുടമൊക്കെ വെച്ച് നേർച്ച പോലൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അമ്മ എന്തോ അതിനൊരു പേര് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. നിങ്ങളെ ഞാൻ അമ്പലത്തിൻ്റെ വീഡിയോ കാണിച്ചില്ലല്ലോ, അപ്പം നിങ്ങൾ കുറച്ച് അമ്പലത്തിൻ്റെ വീഡിയോസ് കണ്ടോ. അമ്പലം തൊട്ട് ഏകദേശം ഒരു 1-1.5-2 കിലോമീറ്റർ വരെ കടകളും ഭയങ്കര തിരക്കാണ്. കടയെന്നൊക്കെ പറഞ്ഞാൽ നോർമലി ഉത്സവപ്പറമ്പിൽ കാണുന്ന കടകളല്ല കേട്ടോ, ഭയങ്കര വലിയ കടകളാണ്. അപ്പം കുഞ്ഞാവിക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചു, എനിക്കും അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു തന്നു. സത്യം പറഞ്ഞാൽ വെയിലടിച്ചൊരു ഉപ്പാട് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ട് നമ്മൾ നേരെ സദ്യക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അപ്പം എനിക്കൊരാഗ്രഹം, എനിക്കിന്ന് പുളിഞ്ചിക്ക് അച്ചാർ വേണം. അപ്പം അമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ നീ പോയി ഒരു 5-6 പറിച്ചുകൊണ്ട് പോയി അച്ചാറിട്ടോളം പറഞ്ഞു. അപ്പം നമ്മുടെ അവിടെ മരമുണ്ട്, അപ്പം അത് നല്ല പോലെ ഇഷ്ടം പോലെ പുളിഞ്ചിക്കായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പം ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ, കിച്ചടി, അച്ചാർ, പരിപ്പ്, പപ്പടം, അവിയൽ, സാമ്പാർ, തോരൻ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സദ്യക്കുള്ള അത്യാവശ്യമുള്ള എല്ലാം ഉണ്ടായിരുന്നു. എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ യൂട്യൂബ് ഫാമിലിക്ക് ഹാപ്പി വിഷു.